ഈ മലയോര മേഖലയിലെ ജനങ്ങളെ നിർബന്ധിത സാഹചര്യം ഒരുക്കുക, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് നടക്കുന്നത്. അങ്ങനെ ഇവിടെ വനവ്യാപ്തി വർദ്ധിപ്പിക്കണം. അതിന് കോടികൾ ഈ പറയുന്ന കാർബൺ ഫണ്ട് ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ ഏജൻസികളുടെ കൈകളിൽ എത്തുന്നുണ്ട്. 2004 നിങ്ങൾക്കറിയണോ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു IFS ഓഫീസർ അന്ന് എന്നോട് പറഞ്ഞ, അദ്ദേഹം മനുഷ്യരോട് ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു. കെ സുധാകരൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചാണ്, അൻവർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം ഇവിടുത്തെ IFSകാരുടെയൊക്കെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്. 2004 ഇവരുടെ ശമ്പളം എത്രയാണ്? 20,000 തൊട്ട് 25,000 രൂപ ശമ്പളമാണ്. അന്നത്തെ കാലത്ത് നിങ്ങൾ എഴുതി വെച്ചോ, പരിശോധിച്ചോ. ഈ കേരളത്തിലുള്ള IFSകാരുടെ പലരുടെയും മക്കൾ ലണ്ടനിലും അമേരിക്കയിലാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ നാട്ടുകാരെല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ലോബിങ് എന്നുണ്ട്. ഇവരുടെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകൾ. നിങ്ങൾക്കറിയില്ലേ? നിങ്ങളാരെയും പോയിട്ടുണ്ടോ? ഇവിടുത്തെ മന്ത്രിമാർ പോയിട്ടുണ്ടോ? അവിടെ നിഗൂഢ കേന്ദ്രങ്ങളാണ്. സകലമാന തോന്നിവാസവും തമ്മാടിത്തവും കള്ളുകുടിയും പെണ്ണുപിടിയും നടക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ ഫോറസ്റ്റിലെ IBകൾ. ഇതെന്താ കാട്ടിനുള്ളിൽ കൊണ്ടുപോയി വെക്കുന്നത്? അവിടെയാണ് അതിന് സൗകര്യം. അവിടെ കള്ളുകുടി, അവരെ ഇറച്ചി വരേണ്ടെന്ന് പറഞ്ഞ് കാട്ടിൻ്റെയും മാനിൻ്റെയും. നിങ്ങൾക്കറിയോ? ഇതൊക്കെ അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്ന. രാത്രി പാട്ട് കച്ചേരിയാണ് പല ഈ ഗസ്റ്റ് ഹൗസുകളിലും. പുറലോകത്ത് അറിയോ? അങ്ങനെ കള്ള് കുടിച്ച് കൂത്താടി സുഖിച്ച് എന്താ പറയുക, ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം ഈ കാടുകളിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെയാണ്. ഇതിനൊന്നും തടുക്കണ്ടേ? 1 കിലോമീറ്റർ കമ്പി ഇടാൻ, ഫെൻസിങ് ഇടാൻ 2.5 ലക്ഷം അവർ ചിലവാക്കുന്നത്. 2.5 ലക്ഷം അറിയോ നിങ്ങൾക്ക്? എന്താ ഈ 2.5 ലക്ഷം? ഉള്ളിപ്പാട പോലെയുള്ള ട്യൂബാണ് ഈ പൈപ്പ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ആക്കിയാൽ ഒടിയും. അതിൻ്റെ മുകളിൽ കൂടെ കെട്ടുന്ന കമ്പിയെന്ന് കാണണങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം അവിടെ കമ്പി ഉണ്ടോയെന്ന്. ലോകത്ത് ഇത്ര വണ്ണം കുറഞ്ഞിട്ടില്ല എന്താ പറയുക നൈസായിട്ടുള്ള കമ്പി എവിടുന്നാ വരുന്ന കൊണ്ടുവരുന്ന അറിയില്ല. 50,000 ചിലവില്ലാത്ത 2.5 ലക്ഷം ഈ രീതിയിൽ പോവുകയാണ്. അപ്പോഴോ 15 കോടി രൂപയാണ് ഈ വർഷം നിലമ്പൂരിൽ ബിൽഡിംഗ് കെട്ടാൻ ചിലവാക്കിയത്. മന്ത്രിയുടെ സദസ്സിൽ ഞാൻ പറഞ്ഞതാ. എത്ര കാറുകളാണ് ഇവർക്ക് വാങ്ങുന്നത്? നിങ്ങളിപ്പോൾ DF ഓഫീസിൽ പോയി നോക്കൂ. എത്ര ക്രിസ്റ്റ അങ്ങനെ തിളങ്ങുന്ന കാറുകൾ എയർ കണ്ടീഷൻ ചെയ്ത്. ഇവർക്കെന്തിനാണ് ഈ ക്രിസ്റ്റാണ്? ഇവർക്ക് കാട്ടിൽ പോകാൻ ജീപ്പാവേണ്ട, അതിൽ AC ഉണ്ടായിക്കോട്ടെ. ഇത്രയും ലക്ഷങ്ങൾ മുടക്കുന്ന കാറുകൾ, ആഡംബര കാറുകൾ എന്തിനാ ഇവർക്ക്? എന്നിട്ട് എന്താ ഫോറസ്റ്റുകാരെ പല പണിയും? നിലമ്പൂരെന്ന് സ്വകാര്യത്തിൽ നിങ്ങൾ പോയി നിങ്ങളുടെ ക്യാമറയിട്ട് ഇരുന്നറിയും. ഇവർക്ക് പച്ചക്കറി വാങ്ങാൻ ഒരു ബീറ്റ് ഓഫീസർ പോകണം. ഇവരുടെ ഭാര്യമാർക്കുള്ള വേറുള്ള സാധനം വാങ്ങിക്കൊടുക്കാൻ വേറൊരുത്തൻ പോകണം. കൂലിപ്പണി എടുപ്പിക്കുകയാണ്, അടിമപ്പണി. ആരെക്കൊണ്ട്? ഈ സാധാരണ ഫോറസ്റ്റുകാരെ കൊണ്ട്. മീൻ വാങ്ങാനൊരു വണ്ടി വേറെ, പലചരക്കിന് വേറെ വണ്ടി, കോഴിക്കോടേക്ക് ഷോപ്പിങ്ങിന് പോകാം വേറെ വണ്ടി. ഇവിടെയൊക്കെ ഈ IFSകാരെ വീട്ടിലൊന്ന് പോയി നോക്കണം നിങ്ങൾ. ഈ ജനത്തിനെ കൊന്നിട്ട് അവരെന്ത് തെമ്മാടിത്തം ചെയ്തോട്ടെ, പക്ഷേ ഈ ജനത്തിന് ഇവിടെ ജീവിക്കണം, അതിനുള്ള വഴിയുണ്ടാകണം, അതിനുള്ള നിയമമാണ് വേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട UDFൻ്റെ മുഴുവൻ നേതൃത്വത്തോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ നമുക്കറിയാം ഈ പശ്ചിമഘട്ടത്തിലെ ഈ 11-12 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും പോയി കാണണം ഇവിടുത്തെ ലീഡർഷിപ്പ്. ആ മുഖ്യമന്ത്രിമാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ 972 വന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഈ പശ്ചിമഘട്ടത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്തുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കേരളത്തിൽ നിന്ന് ഉയർന്നു വരണം. അത് ഉയർത്തിക്കൊണ്ടുവരാൻ അടുത്ത ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF കൂടെ അധികാരത്തിൽ വരണം. ആ അധികാരത്തിൽ വരുന്ന UDF അതുകൂടി ഏറ്റെടുക്കണം, അവിടത്തേക്ക് ഇത് എത്തിക്കണം. ഈ വിപ്ലവം തുടങ്ങേണ്ടത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഇല്ലെങ്കിൽ ഈ വന്യമൃഗശല്യത്തിൻ്റെ ഈ വിപ്ലവം തുടങ്ങേണ്ടത് കേരളത്തിലാണ്. ആ നേതൃത്വം ബഹുമാനപ്പെട്ട UDF ലീഡർഷിപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഇത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞൊരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.